എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലൂഫി അവൻ ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ. ഇത്രയും വലിയ സൈസിൽ ഇരുന്നുകൊണ്ട് നീ ഇങ്ങനെ പേടിച്ച് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങാനായിട്ട് പാടില്ല. നമുക്ക് എത്രയും വേഗം ആ കൈറോ അടുത്തേക്ക് പോകണം. ഇപ്പൊ നടക്കുന്ന അവസ്ഥ അത് നിനക്കറിയില്ലേ? മൊമന്റോസ്കി ആണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കും. പക്ഷെ അവന്റെ പേടി കാരണം അവന്റെ ആ ഒരു ജയന്റ് ശരീരത്തെ ഉയർത്താനായിട്ട് കഴിയില്ല. കണ്ണൊക്കെ നിറഞ്ഞ് മൂക്കൊക്കെ ഒലിപ്പിച്ച് അവരങ്ങനെ കരയാണ്. ഉള്ളവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ മൊമന്റോസ്കിയെയും ലൂഫിയെയും തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് പറയും, നീ ഒരു സാമുറായി ആണ്, എല്ലാത്തിനുപരിയായി ഓടന്റെ മകനാണ്. ഓടന് കൊടുത്ത വാക്ക് അത് പാലിച്ചേ പറ്റൂ. ഈ വാനോ കിങ്ഡം അത് തിരികെ പിടിക്കണം. അതിനുശേഷം ഈ ഒരു ഐലാൻഡ് അത് ഓപ്പൺ ചെയ്ത് വിട്ട് അവൻ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഇനിയും ആ കൈഡോയെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. എത്രയും വേഗം ആ കൈഡോയെ വെട്ടി വീഴ്ത്തണം. അതിനെല്ലാം നീ ഒറ്റൊരാൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുമെന്ന് പറയും. മൊമന്റോസ്കി ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ ശ്രമിക്കും. പക്ഷെ അവന്റെ ഭയം കാരണം അവനെ കൊണ്ടാവില്ല. ലൂഫി, നീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഹൈറ്റ് എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിലവിളിച്ച് കരയും. ലൂഫി ആണെങ്കിൽ അവന്റെ മുഖത്ത് നുള്ളി പറിക്കുകയാണ്. അതിനുശേഷം ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ? എല്ലാവരും നിനക്ക് വേണ്ടിയോ ഓടന് വേണ്ടിയോ ആണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാനടക്കം ഒരുപാട് പേര് ജീവൻ പണയപ്പെടുത്തി ഈ ഫൈറ്റ് ചെയ്യുന്നത് നിനക്ക് വേണ്ടിയോ ഓടന് വേണ്ടി. അതിനിയെങ്കിലും നീ മനസ്സിലാക്കണം. നീ മാത്രമാണ് വാനോ കിങ്ഡത്തിന്റെ പ്രതീക്ഷ. നീ തളർന്നു പോയാൽ ഞങ്ങൾ എല്ലാവരും തളർന്നു പോകും. ഓടൻ അവനിലൂടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മൊമന്റോസ്കിയെ ബൂസ്റ്റ് ചെയ്യാണ്. ചുറ്റുമുള്ളവരും ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്ത് മൊമന്റോസ്കിയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ കൈഡോയും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കൈഡോയുടെ മകളാണെങ്കിൽ അവളുടെ വെപ്പൻ അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കൈഡോയുടെ തലയിൽ ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി അവൻ വേദനയാൽ പൊളയും. ഇത്രയും നേരവും അവൾ എയിമൊന്നും ഇല്ലാതെ അച്ചറം പൊച്ചറം ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പൊ അവളുടെ പവർ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൈഡോയായിട്ട് പോരാടുക. അതിനുശേഷം കറങ്ങി വന്ന് കൈഡോയുടെ മുഖത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ കൈഡോയുടെ മുഖം അത് നിലം പൊത്തുകയാണ്. അവളാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നീ ഇവിടുന്ന് പോകാൻ പാടില്ല. നീ കൊന്നു ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ ലൂഫി അവൻ തിരിച്ചു വരും. അവനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യണേ. അവൻ വരുന്നത് വരെ ഇവിടുന്ന് എവിടേക്കും പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ നോൺ സ്റ്റോപ്പായി വീണ്ടും വീണ്ടും കൈഡോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കൈഡോ ആണെങ്കിൽ അവളുടെ കൈ തട്ടി മാറ്റും. നീ വെറുതെ വിഡ്ഢിയെ പോലെ ചിന്തിക്കാൻ പാടില്ല. നീ എൻ്റെ മകളാണ്. നീ ഫോളോ ചെയ്യേണ്ടത് എൻ്റെ റൂൾസും എൻ്റെ പാരമ്പര്യവുമാണ്. സ്വന്തമായിട്ട് ഓടനാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവരാരും തന്നെ അത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. അവരെപ്പോഴും ശത്രുവായിട്ട് മാത്രമേ നിന്നെ കാണൂ. കാരണം നീ എൻ്റെ രക്തമാണ്. ഇപ്പൊ അവർക്ക് ആവശ്യം എന്നെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ നിന്റെ സഹായം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ നൈസായിട്ട് അവളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. പ്ലീസ്, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ കേൾക്ക്. ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നീ ജീവിച്ചതും രക്ഷപ്പെടാൻ ശ്രമിച്ചതും. അങ്ങനെ എല്ലാം തന്നെ നീ ഒറ്റയ്ക്കായിരുന്നു. ആരും തന്നെ നിന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ എല്ലാ സാഹചര്യത്തിലും നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്. നിന്നെ സൂപ്പർവൈസ് ചെയ്തത് ഇവിടം വരെ എത്തിച്ചത് ഞാനാണ്. നിനക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാനാണ് നിന്നെ ലോക്ക് ചെയ്തിട്ടത്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും. അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എയ്സ്, ആ സാമുറായിസ്, അങ്ങനെ അവരെല്ലാവരും എന്നോട് വളരെ സ്നേഹത്താൽ മാത്രമാണ് പെരുമാറിയത്. ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. അവരാരും തന്നെ ഇപ്പൊ ജീവനോട് കൂടെ ഇല്ല. അത് നിനക്കറിയില്ലേ? അതിന് അവള് ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. തണുപ്പില് ആ സെല്ലിൽ പെട്ടുകിടന്ന അവൾക്ക് ഒരാൾ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് കൈഡോയുടെ സഹായത്താൽ, കൈഡോയുടെ നിർദ്ദേശത്താൽ അവനെ കണ്ടുപിടിച്ച് അറഞ്ചം പുറഞ്ചം വെട്ടി വീഴ്ത്തി അവന്റെ ബ്ലഡ് മുഴുവൻ ഡ്രൈൻ ചെയ്യിപ്പിച്ച് അവനെ കൊന്നു കളഞ്ഞു. അന്നു മുതൽ അവൾക്കാണെങ്കിൽ കൈഡോയോട് അടങ്ങാത്ത പ്രതികാരമാണ്. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കൈഡോയോട് എണ്ണി കണക്ക് ചോദിക്കും. എൻ്റെ ഫ്രണ്ട്സുകളെ എല്ലാം തന്നെ നീ കൊന്നതാണെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയും. ആ ഗ്യാപ്പിൽ കൈഡോ അവളെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവന്റെ വെപ്പൻ ഉപയോഗിച്ച് അവളെ നിർത്താതെ ആഞ്ഞാഞ്ഞ് തല്ലും. നിനക്ക് ഇവിടെ യാതൊരു ഫ്രണ്ട്സും ഇല്ല. ഞാനാണ് നിന്റെ ഒരേ ഒരു ഫ്രണ്ടും പാരന്റും. നിന്റെ ആഗ്രഹം ആവണം എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കാവാം. പക്ഷേ എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം നീ ജീവിക്കാനായിട്ട്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്താതെ അവൻ അവളെ അടിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ ഒരിക്കലും മനുഷ്യരോട് കൂടെ ചേർന്ന് ഒരു സാധാരണ ലൈഫ് അത് നയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അവരെ എല്ലാവരെയും ഒരു സ്ലേവ്സിനെ പോലെ നീ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് ടെററായിട്ട് അവളെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്.
അവളാണെങ്കിൽ ഇപ്പോൾ പതിയെ അൺകോൺഷ്യസ് ആയി താഴേക്ക് വീഴും. ഇത് ഇവിടെ ലൂഫി ആണെങ്കിൽ നിർത്താതെ മൊമന്റോസ്കി ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ കാണുന്നില്ലേ, ഒരുപാട് പേര് ഹിറ്റ് ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൈഡോ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കൊരിക്കലും മാറി നിൽക്കാനായിട്ട് കഴിയില്ല. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്ക്, നമുക്ക് മുകളിലേക്ക് പോകണം. മൊമന്റോസ്കി ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് വീണ്ടും വീണ്ടും മുകളിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അവൻ നിസ്സഹായനായ ലൂഫിയോട് പറയും, എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന്. എനിക്ക് ആഗ്രഹമുണ്ട് അവനെ തോൽപ്പിക്കണമെന്നും ഈ വാനോ കിങ്ഡം അതെന്റെ പപ്പ ആഗ്രഹിച്ചതുപോലെ തിരികെ പിടിക്കണമെന്ന്. പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. എനിക്ക് അത്രയും മെന്റൽ സ്ട്രെങ്ത് അതില്ല എന്ന് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ മൊമന്റോസ്കിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് മരിച്ചുപോയ അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ടോജി, കിൻ, അങ്ങനെ അവരെല്ലാവരും മരിച്ചത് ഓടന്റെ സ്വപ്നം അത് നിറവേറ്റാനും മൊമന്റോസ്കിയെ തിരികെ ആ വാനോ കിൻഡത്തിന്റെ ഷോഗണാക്കി മാറ്റാനുമാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കണ്ണടച്ച് അങ്ങനെ ഇരിക്കും. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ അവന്റെ മീശയിൽ പിടിച്ചു വലിച്ച്, നീ ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് വലിച്ചെറിയാണ്. അടുത്ത നിമിഷം അവൻ പതിയെ വീണ്ടും ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ മൊമന്റോസ്കി ആണെങ്കിൽ കണ്ണു തുറക്കാൻ തയ്യാറാവില്ല. കണ്ണു തുറന്നാൽ അവന്റെ കൺട്രോൾ പോയി വീണ്ടും താഴേക്ക് പോകുമെന്നുള്ള പേടി അത് അവന്റെ ഉള്ളിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ കണ്ണങ്ങനെ മുറുക്കി അടച്ച് മുകളിലേക്ക് പോകും. ലൂഫി വലിച്ചു വിട്ട ആ ഫോഴ്സ് അത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ മൊമന്റോസ്കി മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. മൊമന്റോസ്കി ആണെങ്കിൽ കണ്ണു തുറക്കാൻ തയ്യാറാവാതെ അങ്ങനെ ഇറുക്കി അടച്ചിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ പോകേണ്ട വഴി അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ലെഫ്റ്റ് പോ, റൈറ്റ് പോ, സ്ട്രെയിറ്റ് പോ എന്നിങ്ങനെ പറഞ്ഞ് അവർ ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉറഗഷിമയുടെ തൊട്ടടുത്ത് എത്തിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സ്ട്രെയിറ്റ് പോകാൻ പറഞ്ഞ് അവനോട് പതിയെ ലാൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഡോസ്കി ആണെങ്കിൽ ഒരുപാട് അത്ഭുതത്തോടും പേടിയോടും കൂടെ ലൂഫിയോട് ചോദിക്കും, ശരിക്കും നമ്മളിപ്പോ ആ ഉറഗഷിമയിൽ എത്തിയോ? അതിന് ലൂഫി പറയും, അതെ നമ്മൾ എത്തി. ലൂഫി ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. കൈഡോ ഉള്ളത് റൂഫ് ടോപ്പിലാണ്. സോ മൊമന്റോസ്കിയോട് വീണ്ടും ഒരല്പം കൂടെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് പറയുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ കണ്ണടച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും മുകളിലേക്ക് പറക്കാനായിട്ട് തുടങ്ങും. പക്ഷേ അവന്റെ ലക്ഷ്യസ്ഥാനം തെറ്റി. അതിപ്പോ സ്കള്ളിന്റെ നേർക്കായിരിക്കും പറന്നു പോവാ. ലൂഫി ആണെങ്കിൽ നിലവിളിച്ചു പറയും, മൊമന്റോസ്കി നീ എന്തായി ചെയ്യണേ? ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഒന്ന് നോക്ക്, നമ്മളുടെ ലൊക്കേഷൻ ഇത് ചെറുതായിട്ടൊന്ന് തെറ്റിയിരിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഞാൻ കണ്ണു തുറക്കില്ല. കണ്ണു തുറന്ന എന്റെ ലക്ഷ്യം തെറ്റും. ഇതാ മാക്സിന്റെ 3rd ഫ്ലോർ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം മൊമന്റോസ്കി അവൻ ആ സ്കള്ള് തകർത്ത് ഫ്ലോറിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി വരും. ചുറ്റുമുള്ളവരെല്ലാവരും പേടിച്ച് കൈഡോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനായിട്ട് തുടങ്ങും. അതിന് ബാക്കിയുള്ളവർ പറയും, അയ്യോ അല്ല, കൈഡോ അല്ല, കൈഡോയുടെ ഡ്രാഗൻ അതിന്റെ നിറം അതിതല്ല എന്ന് പറയും. അവരാണെങ്കിൽ സൂക്ഷിച്ചു നോക്കും. ആ ഡ്രാഗന്റെ മുകളിലായിട്ട് നമ്മുടെ ലൂഫിയെ കാണും. ലൂഫിയെ കാണേണ്ട താമസം എല്ലാവർക്കും ഭയങ്കര ആശ്വാസം. അവരാഗ്രഹിച്ചതുപോലെ തന്നെ ലൂഫി തിരിച്ചു വന്നിരിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവന്റെ സന്തോഷ കണ്ണീര് അത് അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്ക് അഴിച്ചു വിടുകയാണ്. ഇവിടെ മൊമന്റോസ്കി അവൻ ഇപ്പോഴും കണ്ണു തുറക്കാൻ തയ്യാറാവാതെ ആ ഫ്ലോറിന്റെ ഓരോ ഭാഗത്ത് പോയി ഇടിച്ച് ബോൾട്ടും ഒക്കെ ഇളകി അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ ബോധം വന്ന നമ്മുടെ മൊമന്റോസ്കി അവനാണെങ്കിൽ കൺട്രോൾ പോയി മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ആണെങ്കിൽ ലൂഫിയെ കണ്ട് ചീത്ത വിളിക്കുകയാണ്. ഇവിടെ മൊമന്റോസ്കി അവൻ കൺട്രോൾ പോയി മുകളിലുള്ള ചുമരൊക്കെ ഇടിച്ച് പൊളിച്ച് മുൻപോട്ടേക്ക് പോവാണ്. ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പറയും, മൊമന്റോസ്കി നീ എന്തായി ചെയ്യണേ? നിന്റെ കണ്ണു തുറക്ക്, നീ വെറുതെ ചുമരിൽ ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് മൊമന്റോസ്കി ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ട് മുൻപിൽ വലിയൊരു ചുമര്. അവൻ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ആ ചുമരിൽ പോയി ഇടിച്ച് താഴേക്ക് വീഴും. അപ്പൊ ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ടോപ്പ് ഫ്ലോർ കാണിക്കും. ഇവിടെ അട്ടികെട്ടിയ യമട്ടോ അവളാണെങ്കിൽ നോർമലായി മാറിയിരിക്കുകയാണ്. അടുത്ത ഫ്ലോറിൽ നടക്കുന്ന ആ ശബ്ദമൊക്കെ കേട്ട് കൈഡോ ഒന്ന് ഷോക്കാവും. ഓ നോ, എന്റെ മാൻഷൻ അത് മുഴുവനായിട്ട് തകരുകയാണ്. സോ വീണ്ടും ഞാനിത് റീബിൽഡ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവുന്ന സമയം ഇവിടെ യമട്ടോ അവള് വലിയൊരു സ്റ്റിക്ക് എടുത്ത് കൈഡോയ്ക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് മൊമന്റോസ്കിയും ലൂഫിയും അവരവിടേക്ക് ഒരു എൻട്രി കൊടുക്കും. ലൂഫി ആണെങ്കിൽ അവളെ കണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ലൂഫി ആണെങ്കിൽ അവന്റെ ബൗൺസ് മാൻ അറ്റാക്ക് എടുത്ത് ഇപ്പൊ ഇടിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കും. അങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ യമട്ടോ പെണ്ണും മറ്റൊരു ഭാഗത്ത് ലൂഫിയും മൊമന്റോസ്കിയും അവര് 3 പേരും ചേർന്ന് കൈഡോയെ ആഞ്ഞെട്ടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.